തൃശൂർ ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ കനത്ത തോൽവിയേറ്റ് വാങ്ങിയതിന് പിന്നാലെ വൈകാരിക പ്രതികരണവുമായി കോൺഗ്രസ് UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ രംഗത്ത്. കുരുതിക്ക് താൻ നിന്നുകൊടുക്കാൻ പാടില്ലായിരുന്നു, വടകരയിൽ തന്നെ നിന്നാൽ താൻ ജയിക്കുമായിരുന്നു. സുരേഷ് ഗോപിക്കായി പ്രധാനമന്ത്രിയും സുനിലിനായി മുഖ്യമന്ത്രിയും തൃശ്ശൂരെത്തി. തനിക്കായി ആരും തൃശ്ശൂരിലേക്ക് വന്നില്ല. ഇനിയൊരു മത്സരത്തിന് ഞാനില്ല, പൊതുരംഗത്ത് നിന്ന് വിട്ടുനിൽക്കാനാണ് തീരുമാനം. കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റികളിലും ഇനി ഞാൻ പങ്കെടുക്കില്ല, മുരളീധരൻ വൈകാരികമായി തന്നെ പറഞ്ഞു. കനത്ത തോൽവിക്ക് പിന്നാലെ തൃശ്ശൂരിലെ കോൺഗ്രസ് നേതാക്കളോട് കെ മുരളീധരൻ കയർത്തെന്നും റിപ്പോർട്ടുകളുണ്ട്. TN പ്രതാപനും DCC പ്രസിഡന്റ് ജോസഫ് വള്ളൂരും അനിൽ അക്കരയും മുരളീധരനെ കാണാൻ വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം. പണിയെടുക്കാൻ അറിയില്ലെങ്കിൽ DCC പിരിച്ചുവിടുന്നതാണ് നല്ലതെന്ന് മുരളീധരൻ പറഞ്ഞെന്നാണ് റിപ്പോർട്ട്. തൃശ്ശൂരിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ പരാജയത്തിന് കാരണം ഉറപ്പായും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ന്യൂനപക്ഷ വോട്ടുകളിലെ വിള്ളലാണെന്ന് കെ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതാണ് BJPക്ക് മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞത്. മുന്നോക്ക സമുദായത്തിന്റെ ഏതാണ്ട് മുഴുവൻ വോട്ടുകളും ക്രൈസ്തവ വോട്ടുകളും BJPക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു. ചില നിയോജക മണ്ഡലങ്ങളിൽ മുസ്ലിം വോട്ടുകൾ LDFനൊപ്പം നിന്നു. എന്നാൽ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം UDFന് കിട്ടിയില്ല. കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം UDFനൊപ്പം BJPയും പങ്കിട്ടു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ് വിജയിച്ചത്. 75,079 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് സുരേഷ് ഗോപിയുടെ വിജയം. വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടം മുതൽ വ്യക്തമായ ഭൂരിപക്ഷം സുരേഷ് ഗോപി നിലനിർത്തിയിരുന്നു. LDF സ്ഥാനാർത്ഥി സുനിൽകുമാർ 2ാം സ്ഥാനത്തും UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ 3ാം സ്ഥാനത്തുമാണ്.